നമ്മുടെ വീട്ടിൽ ഇന്ന് നമ്മൾ കാണിച്ചു തരുന്നത് നമ്മുടെ വീടിൻ്റെ അടുക്കളയാണ്. അടുക്കള എങ്ങനെയാണ് മനോഹരമാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്. കയറി വരുമ്പോൾ തന്നെ നമ്മളൊരു ഓപ്പൺ കിച്ചണാണ് നമുക്കുള്ളത്. അതേപോലെ വലത് സൈഡ് വാഷ് ബേസിനാണുള്ളത്. നേരെ മുന്നിലായിട്ട് നമ്മുടെ ഷെൽഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഉണ്ടെങ്കിൽ അതിനെ പറ്റിയും കമൻറ്റ് ചെയ്യാം. അതായത് മറ്റുള്ളവർക്കൊരു ഉപകാരം ആവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിത് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത്. ബഡ്ജറ്റ് എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളിൽ ബഡ്ജറ്റ് കുറയ്ക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് പല കാര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുള്ളത്. അത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ എക്സ്പെൻസ് വന്നിട്ടുണ്ട് ഇതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. മുകളിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഷീറ്റ്, അതായത് എന്താ പറയുക, നമ്മുടെ പ്ലാസ്റ്റിക്കോ ഫൈബറിൻ്റെ ഷീറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഈ ഫൈബർ ഷീറ്റിന് ഒരു ഷീറ്റിന് വന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 2400 രൂപയാണ് ഒരു ഷീറ്റിന് കേട്ടോ. അതായത് ഇത് കുറച്ച് പ്രീമിയം ക്വാളിറ്റി തന്നെയാണ്. ഈ ഷീറ്റ് മാത്രമേ നമ്മൾ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് വാങ്ങിയിട്ടുള്ളൂ. കാരണം ഇതിനിപ്പോൾ ഈ ഒരു ഷീറ്റിന് നിങ്ങൾ പറഞ്ഞ പോലെ 2400 രൂപ ഷീറ്റിന് വന്നു. പണിക്കൂലി നമുക്കൊരു 1000 ഒരു ദിവസത്തെ പണി ഈ ഒരു ഭാഗത്തിന് മാത്രമായിട്ട് വരുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വന്ന കമ്പി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതല്ലേ ഇതിൻ്റെ ഉള്ളിൽ വന്ന കമ്പി എല്ലാം നമ്മൾ GI പൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. GI പൈപ്പ് മൊത്തം നമ്മളൊരു 38 രൂപ കിലോന്, ഒരു കിലോന് 38 രൂപ വെച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഒക്കെ സെക്കൻഡാണ്. അത് നമ്മൾ പെയിൻ്റ് അടിച്ച് ഉഷാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ചോദിക്കും ഇതെന്താണ് ഇവിടെ സംഭവം എന്ന്. ഒന്നുമല്ല, ഇത് നമ്മുടെ എക്സോസ്റ്റ് കൊടുത്തിട്ടുള്ളതാണ്. അതായത് നമ്മുടെ മോഡുലാർ കിച്ചൺ കൊടുത്തിട്ടുള്ളതാണ്. മോഡുലാർ കിച്ചൺ ഇവിടെ കൊടുത്തത് ഈ ഒരു ഭാഗത്ത് കൂടിയാണ്. ഇവിടെ എക്സോസ്റ്റ് ആണ്. അതിനുശേഷം ഈ ഒരു എക്സോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എക്സോസ്റ്റ് പോകാനും വേണ്ടിയിട്ട് പൈപ്പ് കിട്ടാൻ ഒരു വഴിയില്ലായിരുന്നു. അതായത് ഇതിൻ്റെ അളവിനനുസരിച്ച് പൈപ്പ് കിട്ടാൻ നമുക്കൊരു വഴിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ആലോചിച്ചിരുന്നപ്പോഴാണ് വീട്ടിലൊരു പുതിയ ഒരു പെയിൻറ്റ് ബക്കറ്റ് ഉണ്ടായിരുന്നു. അതായത് പെയിൻറ്റിൻ്റെ വർക്ക് കഴിഞ്ഞ പെയിൻറ്റ് ബക്കറ്റ് ഉണ്ടായിരുന്നു. ആ പെയിൻറ്റ് ബക്കറ്റ് നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്ത് 2 സൈഡും കട്ട് ചെയ്തിട്ട് ഒറ്റ വിടല അത് വെച്ചിട്ടാണ്ട് സിമെൻറ്റ് ചെയ്തു. ഹോൾ ചെയ്തതിന് ശേഷം സിമെൻറ്റ് ചെയ്തു. അത് കണ്ടാൽ മനസ്സിലാവുന്നില്ല. പിന്നെ അത് പ്ലാസ്റ്റിക് ബക്കറ്റ് തന്നെ ചെയ്യാം എന്നുള്ള ഉദ്ദേശം കാരണം നമുക്ക് അഥവാ അതിൽ വല്ല പുകയോ പൊടിയോ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് തുടച്ചെടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. അതുകൊണ്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. എക്സോസ്റ്റ് നമ്മൾ വമ്പം വിജയമാണ്. കാരണം നമ്മളിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ എക്സോസ്റ്റ് വർക്ക് ചെയ്യും. ഞാൻ ഓണാക്കി കാണിച്ചു തരാം. അല്ലേ, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പുക വേറെ എവിടെയും പോവില്ല. ഇപ്പോൾ ഇവിടുന്ന് ഗ്യാസ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ നമ്മുടെ എക്സോസ്റ്റ് വഴി നേരെ പുറത്തേക്ക് പോകും. നിങ്ങൾ മേലെ നോക്കിയാൽ മനസ്സിലാവും. ഇത് മൊത്തം ഓരോ പീസ്, അതായത് ഒരു ബോക്സ് പോലെ ചെയ്തിട്ടുള്ളത്. ബോക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബോക്സ് ഇവിടെ ഫിക്സ്ഡ് അല്ല. നമുക്കിത് എപ്പോൾ വേണമെങ്കിലും എടുത്ത് മാറ്റാവുന്ന രീതിയിലാണ്. എപ്പോൾ വേണമെങ്കിലും ഇത് എടുത്ത് മാറ്റാം. കണ്ടില്ലേ, വെറുതെ അവിടെ വെച്ചിട്ടുള്ളത്. അത് വെയിറ്റ് ഉണ്ട്, ഇരുമ്പിൻ്റെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വെയിറ്റിന് ഉള്ളതുകൊണ്ട് അത് അടങ്ങിയിരിക്കും അവിടെ. അപ്പോൾ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഷെൽഫ്, ഇങ്ങനെ ഈ ഷെൽഫ് തുറന്നു കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത്. ഈ ലോക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിവിടെ നമ്മുടെ ഒരു ബോൾട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതേപോലെ ഇവിടെ ഒരു ബോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബോൾട്ടിലാണ് ഇത് നിൽക്കുന്നത്. ഇത് ചെന്ന് കഴിഞ്ഞാൽ നേരെ അവിടെ പോയി ലോക്കായി നിൽക്കും. ഈ ഒരു പിടിക്ക് വന്നിട്ടുള്ളത് 40 രൂപയാണ്. പിന്നെ അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഒരു 5 രൂപേൻ്റെ ഉള്ളിൽ ഇത് മൊത്തം പണിക്കൂലി അടക്കം തീർന്നിട്ടുണ്ട്. ഒരു ഭാഗമായിട്ടാണ് പറയുന്നത്, ഒരു മുകളിലുള്ള ഒരു ഷെൽഫ് മാത്രം പറയുന്നത്. പിന്നെ താഴത്ത് ഇവിടെ വൈറ്റ് കളറായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചതാണ്. സാധാ സ്റ്റിക്കറാണ് അത്. നമ്മുടെ TV യൂണിറ്റിന് വാങ്ങിയതിൻ്റെ ബാക്കിയുള്ള സ്റ്റിക്കർ വെച്ചിട്ട് നമ്മളത് മരത്തിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തതാണ്. താഴെ മൊത്തം നമ്മളിവിടെ ഒരു സീലിംഗ് പാനൽ, അതായത് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഒരു ലൈറ്റിന്, ഈ ഒരു ലൈറ്റിന് 90 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. അത് വാറണ്ടി ഉള്ള സാധനമാണ്. അത് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഷെൽഫ് കൊടുത്തത് ഗ്ലാസ്സാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഫ്രീ ആയിട്ടുള്ള, ഇപ്പോൾ പഴയതേടെ പോവുകയാണെങ്കിൽ തന്നെ അവിടുന്ന് തന്നെ ഈ സാധനങ്ങളൊക്കെ വെറുതെ കിട്ടും. കാരണം ഗ്ലാസ്സൊക്കെ അവർക്ക് ശല്യമായി കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു ഗ്ലാസ് എടുക്കുക, അതിന് കട്ട് ചെയ്യാൻ നമുക്ക് ആകെ ഒരു പീസിന് ഇത് ഇത്രയും ഭാഗം നമ്മൾ നല്ല രീതിയിൽ കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ അവർക്ക് 20 രൂപ ഒന്നിന് കൊടുത്താൽ മതിയാവും. 20, 40, 60 രൂപ അതിനായി കൂട്ടുക. ഈ ഒരു കമ്പി ഇതിൽ താങ്ങി നിൽക്കുന്ന ഈ ഒരു കമ്പിക്ക് 40 രൂപയാണ് റേറ്റ് വരുന്നത്.
അങ്ങനെ 2 കമ്പിക്ക് 80 രൂപ. 80ഉം 20ഉം 100 രൂപയാണ് നമുക്ക് ഒരു ഷെൽഫിന് വന്നിട്ടുള്ളത്. അങ്ങനെ 200 300 രൂപയ്ക്ക് പരിപാടി കഴിഞ്ഞു. ഇത് തുളയ്ക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കാൻ സിമ്പിളായിട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വയറിങ്ങാർ വരുന്ന സമയത്ത് അവരോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് തുളച്ച് തരും, വെച്ച് തരും. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്തിട്ടും. ഇതിപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇവിടെ ഫ്രിഡ്ജ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ അവിടെ വെക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഷെൽഫിൻ്റെ ഉള്ളിൽ ഒതുങ്ങി തീരും. അപ്പോൾ ബാക്കി അത്യാവശ്യം വരുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴത്തുള്ള ഷെൽഫിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമ്മളെ ചാനലിലിടാം. അപ്പോൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, വീടുണ്ടാക്കുന്ന സുഹൃത്തുക്കൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക. അവർക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. താങ്ക്